What pornography is really about ultimately is not sex but death. ഇന്ത്യയിൽ പോൺ വീഡിയോസ് യൂസ് ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. എന്നിട്ടും ഇതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുവാൻ ആരും തയ്യാറാകുന്നില്ല. മറ്റ് ലഹരി ഉൽപ്പന്നങ്ങൾക്ക് അടിമപ്പെടുന്ന അതേ അവസ്ഥയിലൂടെ തന്നെയാണ് ആളുകൾ പോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഫാക്റ്റ്. പോൺ യൂസേഴ്സിന്റെ അളവ് കൂടിക്കൂടി വരികയാണ്. എപ്പോഴെങ്കിലും പോൺ കാണുന്നത് ബയോളജിക്കലി ഒരു പ്രശ്നമല്ല. എന്നാൽ പോൺ കാണുന്നത് ഒരു ശീലമായി മാറിയാൽ അതിൽ നിന്നുമുള്ള രക്ഷപ്പെടൽ വളരെ ബുദ്ധിമുട്ടാണ്. സർവേകളും പഠനങ്ങളും പറയുന്ന ഒരു കാര്യമുണ്ട്. ആരാണ് നിരന്തരമായി പോൺ കാണുന്ന ശീലത്തിൽ മുഴുകിപ്പോയത്, അവർക്ക് ആ ഒരു ശീലം കാരണം സ്വയം തന്നെ അവനവനോട് തന്നെ മതിപ്പില്ലായ്മ അനുഭവിച്ചുകൊണ്ടിരിക്കും. ഇതിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടാൽ കൊള്ളാമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്നാൽ പലർക്കും അതിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നാൽ പോൺ നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് അർത്ഥം. പോൺ നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിനെ തന്നെ ഹൈജാക്ക് ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ ചില കാര്യങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോകും. ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിനിൽ 30% സെർച്ചിങ് നടക്കുന്നത് പോൺ റിലേറ്റഡ് വീഡിയോസിന് വേണ്ടിയിട്ടാണ്. 35% ഇന്റർനെറ്റ് ഡൗൺലോഡുകൾ നടക്കുന്നത് പോൺ മൂവീസിന് വേണ്ടിയിട്ടും. ഇതിൽ ഏറ്റവും ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പോൺ കാണുന്ന കാറ്റഗറിയിലെ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുന്നത് ആരാണെന്നറിയുമോ? 13 വയസ്സിന്റെയും 19 വയസ്സിന്റെയും ഇടയിലുള്ള ടീനേജേഴ്സ് ആണ്. ഇതിലെന്താണ് തെറ്റ്? ഇതെന്റെ ചോയ്സ് അല്ലേ എന്ന് ന്യായീകരിക്കാൻ സാധിക്കും. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ മനസ്സിലാക്കുക, നിങ്ങൾ ട്രാപ്പിൽ പെട്ടുകഴിഞ്ഞിരിക്കുന്നുവെന്നാണ് അർത്ഥം. പോൺ വീഡിയോസ് മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതിനെ മനസ്സിലാക്കുന്നതിനായി ഒരു റിസർച്ച് നടന്നു. ആ റിസർച്ചിൽ കണ്ടെത്തിയ കാര്യം ഇതാണ്. ഒട്ടുമിക്ക പോൺ വീഡിയോസിലും അഗ്രഷൻ, അബ്യൂസീവ് ബിഹേവിയർ, ഫിസിക്കൽ വയലൻസ് തുടങ്ങിയവ ആവർത്തിച്ച് കാണുമ്പോൾ ഹ്യൂമൻ ബ്രെയിൻ ആ രീതിയിൽ ട്രെയിൻഡ് ആയി പോവാൻ സാധ്യത കൂടുതലാണ് എന്നാണ്. അതിനുശേഷം സംഭവിക്കുന്ന മറ്റൊരു കാര്യം, റിയൽ ലൈഫ് ഇന്റർകോഴ്സിലും അതുപോലെയുള്ള കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ തുടങ്ങും. എന്നാൽ നിങ്ങളുടെ ആ പ്രതീക്ഷ ഒരിക്കലും സംഭവിക്കുകയില്ല. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറിൽ നിന്നും അകലാൻ തുടങ്ങും. ഇതിനെക്കുറിച്ച് നിരവധി റിസർച്ചുകൾ നടന്നിട്ടുണ്ട്. പോൺ അഡിക്റ്റഡ് ആയവർക്ക് റിയൽ ലൈഫ് സെക്സിൽ താല്പര്യം കുറയുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കുടുംബബന്ധം താറുമാറാകാൻ വരെ ഒരു കാരണമാണ്. അതുപോലെ തന്നെ സോഷ്യൽ ലൈഫിൽ ബുദ്ധിമുട്ടുകൾ കാണിച്ചു തുടങ്ങും. പോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് മറ്റേതൊരു ഡ്രഗ്സ് അഡിക്ഷൻ പോലെ തന്നെയാണ്. നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ടു മതിയാവാത്ത അവസ്ഥ വരും. തുടർന്ന് എക്സ്ട്രീം പോൺ വീഡിയോസിലേക്ക് കടക്കും. എക്സ്ട്രീം പോൺ വീഡിയോസ് കാണുന്നവർ ഒരു ഫാന്റസി ആയിട്ടുള്ള സെക്ഷൽ കൺസെപ്റ്റുകൾ മനസ്സിൽ കൊണ്ടു നടക്കും. അവരുടെ യഥാർത്ഥ ജീവിതത്തെ ഇത് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, പോൺ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സെക്സ് എഡ്യൂക്കേഷൻ അല്ല. ഇത് റിയൽ ലൈഫിൽ നിന്നും വളരെ വിദൂരമായ, ഒരിക്കലും പോസിബിൾ അല്ലാത്ത ഒരുപാട് കാര്യങ്ങളുടെ തെറ്റായ പ്രചരണം മാത്രമാണ്. അഡിക്ഷൻ വന്നവരാണ് നിങ്ങളെങ്കിൽ പിന്മാറാൻ വേണ്ടി ഇന്ന് തുടങ്ങുക. വളരെ ചുരുക്കം ആളുകൾക്ക് ഒരു പ്രശ്നവുമില്ലാത്ത അവസ്ഥയുണ്ടാകാം. എങ്കിൽ കൂടിയും ഭൂരിഭാഗം ആളുകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാകും അവർ. മദ്യപിക്കുന്ന പോലെ, പുകവലിക്കുന്നത് പോലെ, ഡ്രഗ്സ് അഡിക്റ്റ് ആകുന്നത് പോലെ തന്നെ ഒരു കാര്യമാണ് പോൺ അഡിക്റ്റ് ആകുമ്പോൾ സംഭവിക്കുന്നത്. ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ ബ്രെയിനിനകത്ത് സംഭവിക്കുന്നത് പോലെയുള്ള കെമിക്കൽ ചേഞ്ചസ് തന്നെയാണ് പോൺ കാണുമ്പോഴും സംഭവിക്കുന്നത്. പോൺ കാണാതെ ഒരാഴ്ച പോലും ഇരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഡിക്റ്റീവ് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ അത് സ്വയം അംഗീകരിക്കണം. കുറച്ചു കാലം നിങ്ങൾ ഇത് ഒന്നുമില്ലാത്ത നോർമൽ ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ യങ് ആയവർക്ക് 4 മുതൽ 5 മാസം വരെയും മുതിർന്നവർക്ക് 2 മുതൽ 3 മാസം വരെയും സമയമെടുക്കും. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളൊരു കോൺഷ്യസ് എഫേർട്ട് ഇടാതെ നിങ്ങൾക്ക് ഇതൊരിക്കലും നിർത്താൻ സാധ്യമല്ല. ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി, നിങ്ങൾ ഇന്ന് പോൺ കാണാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ പ്രസന്റിൽ ജീവിക്കുക. നിങ്ങൾക്ക് നാളെ എന്നൊരു വാക്കില്ല. ഇന്ന് പിന്മാറുക. ആൻഡ് ഫൈനലി, pornography is not in the hands of the child who discovers his sexuality by masturbating, but in the heart of the adult who slaps him.